NSS സ്കോളർഷിപ്പിന്റെ കഴിഞ്ഞ 6 വർഷമായി കുടിശ്ശികയാക്കിയ സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 2, ഇപ്പൊ പേര് മാറ്റൽ ഒരു ട്രെൻഡാ. അവിടുത്തെ മുതലാളി, കോട്ടിട്ട മുതലാളി അവിടുത്തെ പദ്ധതികളിലൊക്കെ പേര് മാറ്റി, മഹാത്മാവിന്റെ പേര് വരെ മാറ്റി തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി നമ്മൾ കണ്ടു. അവിടുത്തെ പദ്ധതിക്ക് PM ശ്രീ എന്ന് പേരിട്ടപ്പോ ഇവിടുത്തെ മുതലാളിക്ക് ഇപ്പൊ ആഗ്രഹം, കാരണം ഇപ്പൊ എല്ലാത്തിലും പിൻപറ്റുന്നത് അങ്ങേരെയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് MA ബേബി ഒന്നുമല്ല, ഈ ഭരണകൂടത്തിന്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ PM ശ്രീ മാതൃകയിൽ ഇവിടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 2024 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കേണ്ട, നിലവിൽ വരേണ്ട ശമ്പള പരിഷ്കരണം അതിന്റെ കമ്മീഷനെ പോലും തീരുമാനിക്കാതെ അത് നീട്ടിക്കൊണ്ടുപോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 3,75,000 കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയ കാലത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 1.5 ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയതുൾപ്പെടെയുള്ള, കുടിശ്ശിക ലഭിക്കാതെ മരിച്ചുപോയതുൾപ്പെടെയുള്ള വേദനാജനകമായ അനുഭവം ഈ കേരളത്തിന് സമ്മാനിച്ച മുഖ്യമന്ത്രിയുടെ പേരെന്താ?